ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടാ. അപ്പോൾ നമ്മള് ബാംഗ്ലൂർ ട്രിപ്പ് വന്നപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് ചെറിയൊരു പണി കിട്ടി. നമ്മുടെ വണ്ടിയുടെ AC കംപ്ലൈൻ്റ് ആണ്. നമ്മൾ നിസ്സാര പ്രശ്നമുള്ളതെന്നാണ് തോന്നുന്നത്. AC സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഏകദേശം ഒരു 3% ടെമ്പറേച്ചറൊക്കെ നമുക്ക് കുറയുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി മറ്റേ AC ഓഫായി പോവാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബാംഗ്ലൂരുള്ള നമ്മുടെ ഒസൂർ റോട്ടിൽ ജിങ്കി AC കമ്പനിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികൾ അവരുടെ ഉണ്ട്, അവിടെ സർവീസിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് അവരുടെ സ്ഥലം, ജിങ്കി AC അവരുടെ സർവീസിൻ്റെ സ്ഥലം. അപ്പോൾ നൈറ്റ് സർവീസ് വണ്ടികളൊക്കെ ഇതേ ഇവിടെ സൈഡാക്കിയിട്ടൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ അവരെ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ആദ്യത്തെ എൻട്രി ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. ആദ്യത്തെ നടന്നു വരുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് AC നന്നാക്കണേൽ കാണാം. എന്താണ് കംപ്ലൈൻറ്റ് എന്നൊക്കെയുള്ള വിശദ വിവരങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ വെൽക്കം ടു ട്രാവൽ വിത്ത് സജിൻ. അപ്പോൾ നമ്മുടെ AC കംപ്ലൈൻറ്റ് നമുക്ക് തീർക്കാനായിട്ട് സാധിച്ചില്ല. നമ്മളിപ്പോൾ ഇന്ന് ഞായറാഴ്ച, ഇന്നലെ ശനിയാഴ്ച നമ്മൾ ജിങ്കി AC കമ്പനിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിലത്തെ മെയിൻ വയറ, അതായത് AC-യിലേക്ക് വരുന്ന മെയിൻ വയറ ഉരുകിയിരിക്കുകയാണ്. സംഗതി സ്റ്റാർട്ടാവും, കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ സപ്ലൈ കിട്ടാണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ടായി പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ കമ്പനിയിലേക്ക് എത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് വണ്ടി. നമുക്ക് വണ്ടി ഇട്ടാലും ചിലപ്പോൾ ദിവസങ്ങൾ വൈകാൻ സാധ്യതയുണ്ട്, സ്പെയർ കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ ഉടനടി നാട്ടിലേക്ക് പോകാനാണ് കിട്ടിയിട്ടുള്ള വിവരം. മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു മാരേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ട്രിപ്പാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ 5 ദിവസത്തെ ഒരു പ്രോഗ്രാമാണ്. നമ്മൾ ഇന്നാണ് അവിടെ കല്യാണം, നാളെ നമ്മൾ തിരിക്കുമെന്നാണ് കിട്ടിയിട്ടുള്ള വിവരം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അവസ്ഥകൾ. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ BS6 ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്ത് കംപ്ലൈൻറ്റ് വന്നാലും നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ ചെയ്യണം, കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ വേണം, അല്ലാണ്ട് വേറെ ഒരു നിവർത്തിയില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുപുത്തൻ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു തരാം. ഓക്കെ, ബൈ.